GCC രാജ്യങ്ങളിലെ വിദേശികൾ ഉൾപ്പെടെയുള്ളവർക്ക് UAE സന്ദർശിക്കാൻ വെള്ളിയാഴ്ച മുതൽ വിസ നിർബന്ധമാക്കും. റോഡ് മാർഗം UAEയിലേക്ക് പ്രവേശിക്കുന്നവരടക്കം എല്ലാവർക്കും വെള്ളിയാഴ്ച മുതൽ വിസ നിർബന്ധമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 29 മുതൽ വിമാനയാത്രക്കാർക്ക് വിസ ഓൺ അറൈവൽ സംവിധാനം അനുവദിച്ചിരുന്നില്ല. അതേസമയം 46 രാജ്യങ്ങളിലെ യാത്രക്കാർക്ക് തുടർന്നും വിസ ഓൺ അറൈവൽ സംവിധാനം ഉപയോഗപ്പെടുത്താം. വിസ അപേക്ഷ അംഗീകരിച്ചാൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ വിലാസത്തിൽ വിസ അയക്കും. വിസ ഇഷ്യൂ ചെയ്ത് 30 ദിവസത്തിനകം യാത്ര നടത്തിയിരിക്കണം. ആരോഗ്യപരിപാലന മേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കാൻ ദുബായ് ഹെൽത്ത് അതോറിറ്റി പദ്ധതി ആവിഷ്കരിച്ചു. എമിറേറ്റിലെ ആശുപത്രികളിൽ സ്വദേശി ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും എണ്ണം കൂട്ടാനാണ് തീരുമാനം. ഇതിനായി സ്വദേശി യുവാക്കളെ സർക്കാർ സ്പോൺസർഷിപ്പിൽ പഠിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രതിവർഷം 130 സ്വദേശികളെ സർക്കാർ സ്പോൺസർഷിപ്പിൽ വൈദ്യമേഖലയിൽ വിവിധ കോഴ്സുകളിൽ ചേർക്കാനാണ് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ പദ്ധതി. അബുദാബി നഗരസഭയും നഗരസഭാ കാര്യഗതാഗത വിഭാഗവും സംയുക്തമായി നഗരത്തിൽ നടപ്പിലാക്കുന്ന ക്ലീൻ സിറ്റിയുടെ ഭാഗമായി മുസഫയിൽ പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട 768 വാഹനങ്ങൾ കണ്ടുകെട്ടി. 3406 വാഹനങ്ങൾക്ക് നഗരസഭാ അധികൃതർ മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പ് നോട്ടീസ് പതിച്ചിട്ടും നീക്കം ചെയ്യാത്ത വാഹനങ്ങളാണ് നോട്ടീസ് പതിച്ച കാലാവധിക്ക് ശേഷം അധികൃതർ നീക്കം ചെയ്തത്. UAEയിൽ വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യാൻ അനുമതി. മാനവവിഭവശേഷി മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ഉത്തരവ് പ്രകാരം 15 വയസ്സ് പിന്നിട്ട പ്രവാസി വിദ്യാർത്ഥികൾക്കും തൊഴിൽ പെർമിറ്റിനായി അപേക്ഷിക്കാം. 3 തരം വർക്ക് പെർമിറ്റുകളാണ് വിദ്യാർത്ഥികൾക്ക് UAEയിൽ അനുവദിക്കുക. താൽക്കാലികം, പാർട്ട് ടൈം, ജുവനൈൽ എന്നിങ്ങനെയാണ് ഈ മേഖലയെ വേർതിരിക്കുന്നത്. 15-നും 18-നും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് സ്വകാര്യ മേഖലയിൽ തൊഴിലിന് അപേക്ഷിക്കാം. മുതിർന്ന വിദ്യാർത്ഥികളുള്ള നിരവധി കുടുംബങ്ങൾക്ക് തീരുമാനം ഗുണകരമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുബൈയിലെ ജീവനക്കാരിൽ 80% ജോലി സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നവരാണെന്ന് സാമ്പത്തിക വികസനകാര്യ വകുപ്പ്. ലോകത്തിലെ പ്രമുഖ നഗരങ്ങളായ ന്യൂയോർക്ക്, ടോക്കിയോ, മിലാൻ, പാരീസ്, ലണ്ടൻ, ബാങ്കോക്ക് എന്നിവയെ അപേക്ഷിച്ച് ദുബൈയിൽ ഉപഭോക്താവിന്റെ വിശ്വാസം കൂടുതലാണ്. 2016 രണ്ടാം പാദത്തിലെ കണക്കെടുപ്പിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഉള്ളത്. ഉപഭോക്തൃ ആത്മവിശ്വാസ സൂചികയിൽ ദുബൈക്ക് 142 പോയിന്റുകളാണ് ഉള്ളത്. ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് റാസൽ ഖൈമയിൽ 1300 ഭക്ഷ്യ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയതായി റാസൽ ഖൈമ നഗരസഭ അറിയിച്ചു. 6 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി റമദാനിൽ നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് പിഴ ചുമത്തിയതെന്ന് അധികൃതർ പറഞ്ഞു. മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പിൽ വെള്ളാപ്പള്ളി നടേശനെ 1-ാം പ്രതിയാക്കി വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തു. യോഗം പ്രസിഡന്റ് MN സോമൻ അടക്കമാകെ 5 പ്രതികളാണ് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ ഉള്ളത്. വെള്ളാപ്പള്ളിക്കെതിരെ പണാപഹരണം, വഞ്ചന, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തി. കൈരളി പീപ്പിൾ TVയാണ് മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പ് പുറത്തുകൊണ്ടുവന്നത്. മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പിൽ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ 1-ാം പ്രതിയാക്കിയാണ് വിജിലൻസ് തിരുവനന്തപുരം റേഞ്ച് DYSP MR സതീഷ് കുമാർ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ 2-ാം പ്രതിയായും വായ്പാ വിതരണത്തിന്റെ കോർഡിനേറ്റർ KK മഹേശനെ 3-ാം പ്രതിയായും പിന്നോക്ക വികസന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരായ നജീബ്, ദിലീപ് കുമാർ എന്നിവരെ യഥാക്രമം 4-ഉം 5-ഉം പ്രതികളാക്കിയാണ് വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതികൾക്കെതിരെ IPC 420, 120B, 468, 460 എന്നീ വകുപ്പുകൾ പ്രകാരവും അഴിമതി നിരോധന നിയമത്തിലെ 13(1), 13(2), C&D എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നും കുറഞ്ഞ തുകയ്ക്ക് ലഭിച്ച വായ്പ കൂടിയ തുകയ്ക്ക് വിറ്റതുവഴി പ്രതികൾ സമുദായ അംഗങ്ങളെ വഞ്ചിച്ചതായി വിജിലൻസ് കണ്ടെത്തി. വായ്പാ വിതരണത്തിന്റെ നോഡൽ ഏജൻസിയായ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനും കൂട്ടുപ്രതികളും പരസ്പരം ഗൂഢാലോചന നടത്തി സമുദായ അംഗങ്ങളെ വഞ്ചിക്കണമെന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടുകൂടി വ്യാജരേഖ ചമച്ചതായും വിജിലൻസ് തയ്യാറാക്കിയ FIR-ൽ പറയുന്നു. 7 മാസത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഇന്ന് രാവിലെയോടെയാണ് FIR രജിസ്റ്റർ ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചത്. ഇന്നലെ കേസ് പരിഗണിക്കുന്നതിനിടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്ന് വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. തുടർന്ന് സംഭവത്തിലിടപെട്ട DGP ജേക്കബ് തോമസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അടിയന്തരമായി FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. 1.5 വർഷങ്ങൾക്ക് മുമ്പ് കൈരളി പീപ്പിൾ TVയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ജീവൻകുമാർ, തിരുവനന്തപുരം.
മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പിൽ താൻ കുറ്റവാളിയല്ലെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. തനിക്ക് ആരെയും ഭയമില്ലെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. എനിക്കൊരു ഭയവുമില്ല. ഇപ്പോൾ ഒരു FIR രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒളിക്കാനോ നാട് കിടക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. സാമ്പത്തിക തിരിമറിയും ഞാൻ നടത്തിയിട്ടില്ല. ഞാനിത് യൂണിയനുകൾക്ക് ചെക്ക് ആയി കിട്ടി, ഞാൻ ചെക്കായി ക്രോസ് ചെയ്ത് യൂണിയനുകൾക്ക് കൊടുത്തു. ആ യൂണിയന് കൊടുത്തു എന്നുള്ളതിൽ എൻ്റെ കയ്യിലുള്ള തെറ്റെന്താണെന്ന് പറ. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിവരാവകാശ പരിധിയിൽ വരുന്നതല്ലെന്ന് സർക്കാർ. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിവരാവകാശ പ്രകാരം നൽകില്ലെന്ന നിലപാട് വിശദീകരിച്ച് ഹൈക്കോടതിയെ സമീപിക്കാനും സർക്കാർ തീരുമാനിച്ചു. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിവരാവകാശ പ്രകാരം നൽകണമെന്ന് നേരത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിവരാവകാശ പ്രകാരം അപേക്ഷിക്കുന്നവർക്ക് ലഭ്യമാക്കണമെന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസെന്റ് എം പോൾ നേരത്തെ ഉത്തരവിട്ടിരുന്നു. വിവരാവകാശ പ്രവർത്തകരുടെ അപേക്ഷ പരിഗണിച്ച് കമ്മീഷണർ ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോഴാണ് സർക്കാർ ഇക്കാര്യം ചർച്ച ചെയ്തത്. തുടർന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിവരാവകാശ പരിധിയിൽ വരുന്നതല്ലെന്ന നിലപാടിലാണ് സർക്കാർ എത്തിച്ചേർന്നത്. മന്ത്രിസഭ ചേരുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമേ അത് യാഥാർത്ഥ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ നേരത്തെ കൈമാറിയാൽ അത് തീരുമാനങ്ങളുടെ നടപ്പാക്കലിനെ ബാധിക്കുമെന്നും സർക്കാർ വിലയിരുത്തുകയായിരുന്നു. അതിനുശേഷം ഇക്കാര്യം സർക്കാർ തന്നെ വിവരാവകാശ കമ്മീഷനെ അറിയിക്കുകയും ചെയ്തു. അതേസമയം വിവരാവകാശ കമ്മീഷണർ സർക്കാർ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് സർക്കാരും ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. ഇതനുസരിച്ച് സർക്കാർ തീരുമാനമടങ്ങുന്ന ഫയൽ നിയമവകുപ്പിന്റെ പരിഗണനയ്ക്ക് ശേഷം പൊതുഭരണ വകുപ്പിലേക്ക് കൈമാറുകയായിരുന്നു. കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ച വിവരം പൊതുഭരണ വകുപ്പ് തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും അറിയിച്ചിരിക്കുകയാണ്. ഇനി ഈ വിഷയത്തിൽ അന്തിമ നിലപാടിനായി ഹൈക്കോടതിയുടെ ഉത്തരവ് കൂടി വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായർ, നിയമോപദേഷ്ടാവ് MK ദാമോദരൻ എന്നിവർക്കെതിരായ ആരോപണങ്ങൾക്ക് നിയമസഭയിൽ വ്യക്തമായ മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. DGP ശ്രീധരൻ നായർ ഇപ്പോൾ ഒരു കേസിലും പ്രതിയല്ലെന്നും MK ദാമോദരൻ സർക്കാരിൽ നിന്നും പ്രതിഫലം പറ്റാത്തതുകൊണ്ട് ഏത് കേസെടുക്കണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം രണ്ട് ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. നിലമ്പൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന മഞ്ചേരി ശ്രീധരൻ നായർ കമ്പനി തീരുമാനപ്രകാരമാണ് വായ്പയെടുത്തത്. യാതൊരു തട്ടിപ്പും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നടത്തിയിട്ടില്ല. ഇതുവരെ ഒരു കേസിലും DGP പ്രതിയല്ലെന്നും പ്രതിപക്ഷത്തിന്റെ സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. നിലവിൽ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലുള്ള കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായ ശേഷം മാത്രമേ കേസ് വേണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തന്റെ നിയമോപദേഷ്ടാവായ MK ദാമോദരൻ സർക്കാരിൽ നിന്നും യാതൊരു തരത്തിലെ പ്രതിഫലവും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് കേസെടുക്കണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാമെന്നും അതിൽ യാതൊരുവിധ തടസ്സമില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷത്തിന് മറുപടി നൽകി. ഏതെങ്കിലും ഒരു തട്ടിപ്പിന് അദ്ദേഹം പോയതല്ല. ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡിൽ അംഗമായിരിക്കുമ്പോൾ ആ സ്ഥാപനത്തിനു വേണ്ടി എടുത്ത വായ്പയിൽ ചെയർമാനോടൊപ്പം ഒപ്പിട്ടു എന്നതാണ് വസ്തുത. MK ദാമോദരൻ മുഖ്യമന്ത്രിയുടെ ഉപദേശകനായിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലം പറ്റിക്കൊണ്ടല്ല. ഒരു പ്രതിഫലവും അദ്ദേഹം പറ്റുന്നില്ല. ആ നിലക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഉപദേശകനായി തന്നെ തുടരുകയാണ്. ഏതെങ്കിലും കേസ് എടുക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള നിരോധനവുമില്ല. ഏത് കേസ് എടുക്കണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. എന്നാൽ 5 കോടിയുടെ ഭൂമി വായ്പാ തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതിയായ DGP മഞ്ചേരി ശ്രീധരൻ നായരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സാന്റിയാഗോ മാർട്ടിന് വേണ്ടി ഹാജരായ MK ദാമോദരൻ ഇങ്ങനെ പോയാൽ ജിഷയുടെ കൊലയാളിക്ക് വേണ്ടിയും ഹാജരാകുമോ എന്നും ചെന്നിത്തല ചോദിച്ചു. ഈ രണ്ട് ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നിയമസഭയിൽ നിന്നും S. ഷീജ. VS അച്യുതാനന്ദനെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാക്കാനുള്ള അയോഗ്യത നീക്കം ചെയ്യൽ ബിൽ നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. പ്രതിപക്ഷം ബില്ലിനെതിരെ ഉന്നയിച്ച തടസ്സവാദങ്ങൾ സ്പീക്കർ തള്ളി. ബിൽ ഭരണഘടനാനുസൃതമാണെന്നും ഭരണപരിഷ്കാര കമ്മീഷൻ സംസ്ഥാനത്ത് അനിവാര്യമാണെന്നും മന്ത്രി AK ബാലൻ സഭയിൽ വ്യക്തമാക്കി. നിയമവകുപ്പ് മന്ത്രി AK ബാലനാണ് 2016 നിയമസഭയുടെ ഭേദഗതി ബില്ലായ അയോഗ്യതകൾ നീക്കം ചെയ്യൽ അവതരിപ്പിച്ചത്. VS അച്യുതാനന്ദനെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാക്കുമ്പോൾ ഉണ്ടാകുന്ന ഇരട്ടപ്പദവി പ്രശ്നം മറികടക്കാനായിരുന്നു ഭേദഗതി ബില്ല്.
ബില്ല് ഭരണഘടന അനുസൃതമാണെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. ബില്ല് നിയമമായി പ്രാബല്യത്തിൽ വരുമ്പോൾ സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിൽ നിന്നും യാതൊരു ചെലവും ഉണ്ടാകില്ലെന്ന് മന്ത്രി വിശദീകരിച്ചു. 1951 അയോഗ്യതകൾ നീക്കം ചെയ്യൽ നിയമത്തിലാണ് ഭേദഗതി നിർദ്ദേശിക്കുന്നത്. നിയമം ഭേദഗതി വരുത്തുന്നതിൽ റെട്രോസ്പെക്റ്റീവ് ഓപ്പറേഷൻ നൽകുന്നത് സാധാരണയാണ് സർ. ഫിനാൻഷ്യൽ മെമ്മോറാണ്ടത്തിന്റെ ആവശ്യമില്ല. നിയമസഭാ അംഗത്തിന് ആദായകരമായ പദവി വഹിക്കുന്നതിനുള്ള അയോഗ്യത പരിഹരിക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട് സർ. നിയമസഭയുമായി ബന്ധമുള്ള പദവികൾ മാത്രമേ അംഗം വഹിക്കാവൂ എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല. പ്രതിപക്ഷത്തു നിന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KM മാണി, VD സതീശൻ, KC ജോസഫ്, M ഉമ്മർ എന്നിവർ തടസ്സവാദം ഉന്നയിച്ചു. സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിൽ നിന്നും വലിയ തുക ഇതിനായി ചെലവാകുമെന്ന് ചെന്നിത്തല പറഞ്ഞു. സാമ്പത്തിക ഞെരുക്കത്തിന്റെ നാളുകളിൽ ഇത് അധിക ബാധ്യതയാകുമെന്ന് VD സതീശൻ പറഞ്ഞു. ബിൽ അസാധാരണവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് KC ജോസഫും, ബിൽ നിയമമാകാൻ പേയ്മെന്റ് ഓഫ് സാലറീസ് ആൻഡ് അലവൻസ് ആക്ട് ഭേദഗതി ചെയ്യണമെന്ന് KM മാണിയും ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ തടസ്സവാദങ്ങൾ നിലനിൽക്കാത്തതാണെന്നും 2016 ഭേദഗതി ബില്ലിനൊപ്പം ചേർത്ത ധനകാര്യ മെമ്മോറാണ്ടം വസ്തുതാപരമല്ലെന്ന വാദം നിലനിൽക്കുന്നതല്ലെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. തുടർന്ന് ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രമേയം മന്ത്രി AK ബാലൻ അവതരിപ്പിച്ചു. രാജു എബ്രഹാം, മുല്ലക്കര രത്നാകരൻ, VD സതീശൻ, M ഉമ്മർ എന്നിവർ സംസാരിച്ച ശേഷം 2016 അയോഗ്യത നീക്കം ചെയ്യൽ ബിൽ ഭരണപക്ഷ ഭൂരിപക്ഷത്തോടെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. സഭാസമ്മേളനം അവസാനിക്കുന്ന 19-ാം തീയതി ബിൽ പാസാക്കാനാണ് തീരുമാനം. നിയമസഭയിൽ നിന്നും S ഷീജ. പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ രംഗത്ത്. പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ കുറ്റപ്പെടുത്തി. ഹിസ്ബുൾ മുജാഹിദ്ദീൻ തീവ്രവാദി ബുർഹാൻ വാനി ഇന്ത്യയുടെ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടതിനെതിരെ പാകിസ്ഥാൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. തീവ്രവാദത്തെ സ്തുതിക്കുകയാണ് പാകിസ്ഥാനെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ഐക്യരാഷ്ട്രസഭാ വേദിയിലാണ് പാകിസ്ഥാനെതിരെ കടുത്ത വിമർശനവുമായി ഇന്ത്യ രംഗത്തെത്തിയത്. ഇന്ത്യയിൽ ആഭ്യന്തര കലഹമുണ്ടാക്കുന്ന ഹിസ്ബുൾ മുജാഹിദ്ദീൻ തീവ്രവാദി ബുർഹാൻ വാനി സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടത് കുറ്റപ്പെടുത്തുകയാണ് പാകിസ്ഥാൻ. ഇതുവഴി തീവ്രവാദത്തിന് സ്തുതി പാടുകയാണ് പാകിസ്ഥാനെന്നും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ ചൂണ്ടിക്കാട്ടി. തീവ്രവാദത്തിന് എല്ലാ സഹായവും നൽകുന്ന നയം പിന്തുടരുകയാണ് പാകിസ്ഥാനെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി സയ്യിദ് അക്ബറുദ്ദീൻ വ്യക്തമാക്കി. UN വേദികൾ തീവ്രവാദത്തിനായി പാക് ദുരുപയോഗം ചെയ്യുകയാണെന്നും ഇന്ത്യ അറിയിച്ചു. കാശ്മീർ കലാപത്തിൽ അതിർത്തിക്കപ്പുറത്തു നിന്നും പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നുണ്ടെന്ന വിവരം നേരത്തെ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. കൂടാതെ പരസ്യ പ്രസ്താവന നടത്തി തീവ്രവാദി ബുർഹാൻ വാനിയെ രാഷ്ട്രീയ നേതാവായി ഉയർത്തിക്കാട്ടാനും പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. ഇതാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചത്. ഐക്യരാഷ്ട്രസഭയിൽ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് നടന്ന ചർച്ചയിലാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ആഞ്ഞടിച്ചത്. പാകിസ്ഥാൻ ചരിത്രം പരിശോധിച്ചാൽ തന്നെ തീവ്രവാദത്തിന് ആ രാജ്യം എങ്ങനെ സഹായം ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും ഇന്ത്യ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. IS ബന്ധ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി അടക്കം രാജ്യത്തെ 6 രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചാണ് അന്വേഷണം. ഇവരുടെ വിദേശ സാമ്പത്തിക സ്രോതസ്സുകളിന്മേൽ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. IS പരിശീലനം നേടി മടങ്ങിയെത്തിയ ചിലർ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പിടിയിലായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച നിർണായക വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്രീകരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം നടത്തുന്നത്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയടക്കം രാജ്യത്തെ 6 രാഷ്ട്രീയ പാർട്ടികളുടെ വിദേശ സാമ്പത്തിക സ്രോതസ്സുകളിൽ ചില പരാതികളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിരുന്നു. ഈ പരാതികളിൽ ലഭിച്ച വിവരങ്ങൾ കൂടി മുൻനിർത്തിയാണ് തുടരന്വേഷണം പുരോഗമിക്കുന്നത്. IS പ്രവർത്തനം ഏകോപിപ്പിക്കുന്നവർ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും രഹസ്യാന്വേഷണ വിഭാഗം സംശയിക്കുന്നു. സംശയത്തിന്റെ നിഴലിൽ നിർത്തിയുള്ള അന്വേഷണത്തിലൂടെ ഇത്തരം ബന്ധമുള്ള കൂടുതൽ ആളുകളെ കണ്ടെത്താനാകുമെന്നും അന്വേഷണ ഏജൻസികൾ കരുതുന്നു. രാജ്യത്തെ ഈ 6 രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തനം റോ, ഇന്റലിജൻസ് ബ്യൂറോ എന്നിവയുടെ പൂർണ്ണ നിരീക്ഷണത്തിലാണിപ്പോൾ. കഴിഞ്ഞ ദിവസം IB ഡയറക്ടർ ദിനേശ് ശർമ്മയുടെ നേതൃത്വത്തിൽ നടന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും സംസ്ഥാന ഇന്റലിജൻസ് മേധാവികളുടെയും യോഗത്തിലും ഇക്കാര്യം ചർച്ചയായിരുന്നതായാണ് സൂചന. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ദാദ്രയിൽ ബീഫ് സൂക്ഷിച്ചു എന്നാരോപിച്ച് അടിച്ചുകൊന്ന മുഹമ്മദ് അഖ്ലാഖിന്റെ കുടുംബത്തിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. അയൽവാസിയുടെ പരാതിയിലാണ് കേസെടുക്കാൻ നോയിഡ കോടതി ഉത്തരവിട്ടത്. അഖ്ലാഖും കുടുംബാംഗങ്ങളും ചേർന്ന പശുവിനെ കൊന്നു എന്നാണ് പരാതി. ഗോമാംസം സൂക്ഷിച്ചു എന്നാരോപിച്ച് ദാദ്രിയിൽ അടിച്ചുകൊന്ന മുഹമ്മദ് അഖ്ലാഖിന്റെ കുടുംബത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്യാനാണ് കോടതി നിർദ്ദേശം. അഖ്ലാഖും മകൻ ഡാനിഷും സഹോദരൻ ജാൻ മുഹമ്മദ് എന്നിവർ ചേർന്ന് പശുവിനെ കൊല്ലുന്നത് കണ്ടെന്നാണ് അയൽവാസി കോടതിയിൽ നൽകിയ പരാതി. പരാതിയിന്മേൽ ഗോവധ നിരോധന നിയമപ്രകാരം കേസെടുക്കാനാണ് കോടതി ഉത്തരവിട്ടത്.
കഴിഞ്ഞ സെപ്റ്റംബർ 26-നാണ് ബീഫ് സൂക്ഷിച്ചു എന്നാരോപിച്ച് മുഹമ്മദ് അഖ്ലാഖിനെ അടിച്ചുകൊന്നത്. മകൻ ഡാനിഷിനെയും അക്രമകാരികൾ ഭീകരമായി മർദ്ദിച്ചിരുന്നു. BJP നേതാവ് സഞ്ജയ് റാണയുടെ മകൻ ഉൾപ്പെടെ 18 പേരാണ് കേസിലെ പ്രതികൾ. സംഭവത്തിന് ശേഷം ദാദ്രിയിൽ നിന്നും പലായനം ചെയ്ത അഖ്ലാഖിന്റെ കുടുംബം ഇപ്പോൾ ദില്ലിയിലാണ് താമസം. ന്യൂസ് ബ്യൂറോ, ദില്ലി.